ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതൊരു സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ വന്നാലുണ്ടല്ലോ എനിക്ക് ഒരു തുള്ളി വീട്ടിലിരിക്കാൻ സമയമില്ല. കാരണം ഹോസ്പിറ്റല് എപ്പോൾ നോക്കിയാലും ഹോസ്പിറ്റൽ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഞാനും അമ്മും ഇക്കായും കൂടെ ഇറങ്ങുകയാണ്. അത് ഹോസ്പിറ്റലല്ല, ഓരോ ദിവസം ഹോസ്പിറ്റലില്ല. അപ്പോൾ സ്റ്റോണിൻ്റെ ഡോക്ടറിനെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കേക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പുറത്തൊരു കുഞ്ഞ് ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ കയറി ഞാനാണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. അമ്മു ആണെങ്കിൽ ദോശയാണ് കഴിച്ചത്, ദോശയും സാമ്പാറും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചു. വിശന്നിട്ട് വരുന്ന ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കാർ അവിടെ നിർത്തി ഇക്കായെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് നിർത്തിത്താ, ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ. എന്താണെന്ന് വായിച്ചോ? അതിൻ്റെ ഫ്രണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നോ ബോർഡ്? ഒന്ന് വായിച്ച് നോക്കിയാൽ എല്ലാവരും എന്താ സംഭവം നോക്കിയത്. മലയാളത്തിൽ എഴുതിയേക്കുന്ന കേട്ടോ, തകഴി സ്മാരകം. ഇതാണ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനുശേഷം ഞങ്ങളിങ്ങനെ പോയപ്പോൾ നല്ല ഫ്രഷായിട്ട് ലൈവായിട്ട് പൊരിച്ച സാധനങ്ങൾ എവിടെ കണ്ടാലും എനിക്കും അമ്മൂനും പ്രാന്താണ്. ഉടനെ ഞങ്ങൾ മേടിക്കും കുറേ. കാരണം എന്താണെന്നറിയോ, ചെന്നൈ വന്ന എൻ്റെ പൊന്നുമക്കളെ ഇതൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ. നല്ല ചൂടോടെ പഴംപൊരിയും തട്ടുകടയിലെ പഴംപൊരിയും അതേപോലെ തന്നെ നല്ല അടിപൊളി ബോണ്ടാണ് കേട്ടോ. നല്ല കിടുക്കാച്ചി. പിന്നെ ഒരു സുഖിയനാണ് കേട്ടോ. സുഖിയനൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായി. എൻ്റെ പൊന്നുമക്കളെ കാണുമ്പോൾ കൊതിയാവുകയാണ്. ഇപ്പോൾ എനിക്കിതേ കൊതിയും വരുന്നത് കണ്ടിട്ട്. പിന്നെ വെട്ടുകേക്ക്, ഇതൊക്കെ കഴിച്ചിട്ട് എത്രയോ നാളായെന്നറിയാം. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കഴിക്കുന്നത്. പിന്നെ ഇതേ ശീമച്ചക്കയാണ് കേട്ടോ. ശീമച്ചക്കയെന്ന് പറയത്തില്ല, ഇതൊന്നും നമ്മുടെ ചെന്നൈ കിട്ടത്തില്ല. ഇതൊക്കെ വഴിനീളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ് ഇതൊക്കെ വാങ്ങിക്കാൻ. ഞാൻ അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ശീമച്ചക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റാണ് കേട്ടോ, ഇക്കാട് ഉമ്മയുടെ. അപ്പോൾ അത് കാരണം ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉമ്മ അടിപൊളി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ നമുക്കെല്ലാം ഉണ്ടാക്കി തരും കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ ഉമ്മ സമ്മതിക്കത്തില്ല. ഉമ്മയ്ക്ക് എന്തെങ്കിലും അരിഞ്ഞു കൊടുത്താൽ മാത്രമേ. അടിപൊളി ചക്ക വേവിച്ചത്, ഉമ്മയുടെ സ്പെഷ്യൽ മീൻകറി, പപ്പടം, അങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ട് കേട്ടോ. മെഴുക്ക് വരട്ടി, തോരൻ, പിന്നെ ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങക്കായും കിട്ടും. ഈ കറി ഉണ്ടല്ലോ ഉമ്മയുടെ സ്പെഷ്യലാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഉമ്മയുടെ കറികളൊക്കെ ഒന്നൊന്നര കറികളാണ്. ഫിഷ് ഫ്രൈ ഞാൻ ഉണ്ടാക്കി ഇത്രയും ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ഉമ്മ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു കേട്ടോ. നോക്കിയിരുന്നു. ഞാനും ബാപ്പ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാനും ഉമ്മായും മക്കളും ഇക്കായും കൂടാണ് പോകുന്നത്. ഉമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഉമ്മയുടെ വീട് എവിടെയാണെന്നറിയോ? കൊല്ലകടവ്. കൊല്ലകടവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് സീന ചേട്ടത്തിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അതായത് ഉമ്മയുടെ ചേട്ടത്തിയുടെ മരുമോളും മോനും ഉള്ള വീടാണ് കേട്ടോ. അവരുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവരൊക്കെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ. എല്ലാവരുമാണ്, എല്ലാ ഫാമിലിയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ടത്. അവിടുത്തെ പൂച്ചയൊക്കെയാണ് കേട്ടോ. എല്ലാവരുമായിട്ട് പിന്നെ ലാസ്റ്റ് യാത്രയാക്കാൻ വേണ്ടി വെളിയിൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങളെ യാത്രയാക്കാനായിട്ട് എല്ലാവരും വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ ചേട്ടത്തി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടത്തിൻ്റെ ഭർത്താവും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മക്കളും മരുമോളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ അടുത്തത് പോകുന്നത് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ട്. അവരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവരുടെ വീട്ടിൽ വഴുതനങ്ങയൊക്കെ ഉണ്ട്. അത് കണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അവിടുത്തെയും കഴിഞ്ഞ് ഇറങ്ങി അടുത്തത് വരുന്നത് ഉമ്മയുടെ വേറൊരു മോൻ്റെ വീട്ടിലോട്ടാണ്. അതായത് ചേട്ടത്തിയുടെ മോൻ്റെ വീട്ടിലോട്ടാണ്. അവിടുത്തെ മരുമോളാണിത് കേട്ടോ. ഞങ്ങൾ അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. എല്ലാവരെയും കാണാൻ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ വരുന്നത് കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നാൽ നമുക്ക് എങ്ങോട്ടും പോകാൻ ഞങ്ങൾക്ക് സമയം കിട്ടത്തില്ല. ആകെ ഞങ്ങളൊരു 5 ഡേയ്സ് കാണും. 5 ഡേയ്സ് നമ്മൾ എവിടെയൊക്കെ പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ വീട്ടിൽ വരികയാണ് ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.